ജോയ് ചേട്ടാ, സംസ്ഥാനത്ത് ബാറുകളുടെ സമയപരിധി മാറ്റുകയാണ്, കൂട്ടുകയാണെന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ ഇനി ബാറിൽ മദ്യം ലഭിക്കും, ബാറിൽ പോകാം. അപ്പോൾ ഇത് നല്ലൊരു കാര്യമായാണോ അതൊരു മോശം കാര്യമായ കേരളത്തിലെ നമ്മുടെ മലയാളികളെ കുടിയന്മാരാക്കാനുള്ള പദ്ധതിയായിട്ടാണോ തോന്നുന്നത്? നോക്കൂ, ഇത് നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ നല്ല കാര്യമാണ്. മദ്യപിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങളാണ്. മദ്യപാനത്തെ സിമ്പിളായി കാണുന്ന ആളുകൾക്ക് നല്ല കാര്യമാണ്. പക്ഷേ ഒരു സോഷ്യൽ ഡ്രിങ്കർ എന്ന കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക്, അതായത് ഒരു പാർട്ടിക്ക് പോവുക, അല്ലെങ്കിൽ കമ്പനി കൂടി മാസത്തിൽ ഒരിക്കലോ ആഴ്ചയിൽ ഒരിക്കലോ മാത്രം മദ്യപിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചു. പക്ഷെ കേരളത്തിലെ ജനസംഖ്യയിൽ നല്ലൊരു ഭാഗവും അങ്ങനെയുള്ളവരല്ല. എല്ലാ ദിവസവും ജോലി ചെയ്യുന്ന പണത്തിന്റെ ഭൂരിഭാഗവും ബീവറേജസ് ഔട്ട്ലെറ്റുകളിലും ബാറുകളിലും അതുപോലെ ലോട്ടറി കൗണ്ടറുകളിലും കൊടുക്കുന്ന ആളുകളാണ് നല്ലൊരു ഭൂരിപക്ഷം. അതായത് ഒരു കൂലിത്തൊഴിലാളികൾ, ഞാൻ അവരെ ചെറുതാക്കി കണ്ടുകൊണ്ടല്ല, അവരെ എല്ലാ റെസ്പെക്റ്റോടും കൂടി പറയാം. അന്നത്തെ അന്നത്തിന് വേണ്ടി ജോലിക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു 1000 രൂപ ശമ്പളം കിട്ടിയാൽ, എല്ലാവരും അല്ല കേട്ടോ, അതിൻ്റെ ഒരു 50% പേരെങ്കിലും 1000 രൂപ ശമ്പളം കിട്ടിയാൽ അതിൽ നിന്നൊരു 300-350 രൂപ ബീവറേജസ് ഔട്ട്ലെറ്റുകളിൽ കൊടുത്ത് മദ്യം വാങ്ങുകയും 100 രൂപയ്ക്ക് ലോട്ടറി ടിക്കറ്റ് വാങ്ങുകയും ബാക്കി പൈസ കൊണ്ട് വീട്ടിൽ വേണ്ട സാധനങ്ങൾ അതിൽ നിന്ന് സേവിങ്സ് ഒക്കെ ഉണ്ടാക്കി പോകുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവർ ജോലി ചെയ്യുന്നത് അവരുടെ കൂടി മാനസിക ഉല്ലാസത്തിന് വേണ്ടിയാണ്. ആ 50%-ന്റെ 50% പേരുണ്ട് മദ്യപിക്കാൻ വേണ്ടി മാത്രം പണിയെടുക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ. ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ സമയം കൂടി ഒരു വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് നിലവിലെ സാഹചര്യത്തിൽ, കാരണം ഒരുപാട് എതിർപ്പുകൾ വന്നത്. പക്ഷെ മേഘ മനസ്സിലാക്കണം, ഇതൊരു പുതിയ സംഭവമല്ല, ഇത് പുതിയതായി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയല്ല. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ 10 മണി മുതൽ 12 മണി വരെയായിരുന്നു ബാറുകളുടെ പ്രവർത്തന സമയം. അത് എല്ലായിടത്തേക്കും വ്യാപിപ്പിച്ച് സോഷ്യലിസവും കമ്മ്യൂണിസവും നടപ്പിലാക്കുകയാണ് ഇടത് സർക്കാർ ചെയ്യുന്നത് എന്നാണ് എക്സൈസ് മന്ത്രി MP രാജേഷ് ഇതിനിറക്കിയിരിക്കുന്ന ക്യാപ്ഷൻ. അങ്ങനെ വിനോദസഞ്ചാര മേഖലയിൽ മാത്രം അത് വേണ്ട, എല്ലായിടവും ഇത് നടപ്പിലാക്കട്ടെ എന്നുള്ളതായിരുന്നു. ഇതേ സമയത്ത് എനിക്ക് കിട്ടിയൊരു വിവരം മറ്റാരോടും പറയരുത്, രഹസ്യമായി പറയാം, കോൺഫിഡൻഷ്യലാണ്. സ്വർഗ്ഗലോകത്തിരുന്ന് KPC ലളിതയും ഇന്നസെന്റും മുഖത്തോട് മുഖം നോക്കി പ്രാകുന്നു എന്നാണ് കേട്ടത്. കാര്യം അവരെ വെച്ചല്ലേ ഇവർ പരസ്യം ചെയ്തത്. ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല, ഞങ്ങൾ തുറക്കുന്നത് സ്കൂളുകളാണ്. ഒരു ബാർക്കോഴ കേസ് നമുക്കൊക്കെ ഓർമ്മയുണ്ട്. സ്വാഭാവികമായും ഈ ഉമ്മൻചാണ്ടി സർക്കാർ സോളാർ കേസിനെ ഒന്ന് അതിജീവിച്ച് വന്നപ്പോഴാണ് ബാർക്കോഴ കേസുമായി ഇടതുപക്ഷം രംഗത്തേക്ക് വന്നത്. അന്ന് KPCC അധ്യക്ഷനായിരുന്ന VM സുധീരൻ ഒരു നിലപാട് പറയുന്നു UDF-ൽ. അതായത് നമുക്ക് ബാറുകൾ വേണ്ട, ഒരു 5 സ്റ്റാർ 7 സ്റ്റാർ കാറ്റഗറിയിലുള്ള ബാറുകൾ മതി, ബാർ ലൈസൻസുകൾ കട്ട് ചെയ്യണം. ബിവറേജസ് ഔട്ട്ലെറ്റുകൾ നാഷണൽ ഹൈവേയുടെ സൈഡുകളിൽ നിന്ന് പൊതുയിടങ്ങളിൽ നിന്ന്, അതായത് ആളുകൾക്ക് അവിടേക്ക് എത്താനുള്ള ആക്സസ് കുറയ്ക്കുക, അതിലൂടെ മദ്യവർജനം നടപ്പിലാക്കുക, മദ്യവർജനത്തിൽ നിന്ന് മദ്യനിരോധനത്തിലേക്ക് പോകും. നിയമം പാസ്സാക്കേണ്ടി വരുന്നു. ഒരുപാട് ബീവറേജസ് ഔട്ട്ലെറ്റുകൾ അവസാനിപ്പിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരുപാട് ബാറുകൾക്ക് ലൈസൻസ് കട്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായും ബാർ മുതലാളിമാരെല്ലാം ഇറിറ്റേറ്റഡ് ആവുന്നു. കാരണം അവർക്ക് വന്നുകൊണ്ടിരുന്നു. അതൊരു മോശം തീരുമാനമായിരുന്നു UDF-ന്റേതെന്ന് ഞാൻ പറയും കേട്ടോ. കാര്യം പെട്ടെന്ന് അത് നടപ്പിലാക്കിയത് ഒരുപാട് കുടുംബങ്ങൾ അത് ആശ്രയിച്ച് ജീവിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായും ഈ ആശ്രയിച്ച് ജീവിക്കുന്നതിനേക്കാളും ഈ പറഞ്ഞ ഡെയിലി കൺസ്യൂം ചെയ്യുന്ന സാധാരണക്കാരായ മനുഷ്യരില്ലേ, ഈ പറഞ്ഞ സാധാരണക്കാരായ മനുഷ്യർ തന്നെയാണ്, ഇവർക്കെല്ലാം മദ്യം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞ മദ്യലഭ്യത കുറയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. പത്തായത്തിൽ എലി നെല്ലുണ്ടെങ്കിൽ എലി മൂന്നാറിൽ നിന്നും വരും എന്ന് പറയുന്നത് പോലെ അവർക്കൊക്കെ വേണ്ടുന്ന ബിവറേജ് ഔട്ട്ലെറ്റുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കര തിരക്കായി. പൊതുജനത്തെ, പണം കൊടുക്കുന്ന പൊതുജനത്തെ വിഡ്ഢികളാക്കി മാറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ ഇതോടുകൂടി ഈ ബാർ മുതലാളിമാർ മുഴുവൻ UDF സർക്കാരിനെതിരാവുകയും ഇവർ പുറത്തു പോകേണ്ടത്, UDF സർക്കാർ പുറത്തു പോകേണ്ടത് ആ മുതലാളിമാരുടെ കൂടി ആവശ്യമാവുകയും ചെയ്തു. അങ്ങനെ പല ബാർ മുതലാളിമാരും പല നേതാക്കന്മാരെ കണ്ട് കൈക്കൂലി കൊടുക്കുകയും അതൊരു വലിയ വിവാദമായി മാറുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം UDF-ന്റെ സർക്കാരിന്റെ കാലത്തുണ്ടായി. ഇതെല്ലാം ഉയർത്തിക്കാട്ടിയാണ് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നത്. അതായത് സോളാർ കേസ്, ബാർക്കോഴ കേസ്, പെരുമ്പാവൂരിലെ ജിഷയുടെ കൊലപാതകം, ഈ 3 കേസുകളായിരുന്നു അവസാന കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകാൻ. സ്ത്രീ സുരക്ഷ, മദ്യവർജനം, അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന അഴിമതി നിരോധനം, ഇത് 3ഉമായിരുന്നു ഇവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ. ഇവർ അധികാരത്തിലേക്ക് എത്തി 3-ാം നാൾ പിണറായി വിജയൻ സോളാർ കേസിലെ പരാതിക്കാരിയെ വിളിച്ചു വരുത്തി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ പരാതി എഴുതി വാങ്ങി അന്വേഷണത്തിന് വിട്ട കഥ നമുക്കറിയാം. ബാറുകൾ തുറക്കില്ല, സ്കൂളുകൾ തുറക്കും എന്ന് പറഞ്ഞു വന്നവർ, അന്ന് നല്ലൊരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു കേട്ടോ. 1-ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ വിവരവും ബോധവും വിദ്യാഭ്യാസ മേഖലയിൽ എക്സ്പീരിയൻസും ഉള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ അവർ വെക്കാൻ മാന്യത കാട്ടി എന്നുള്ളത് നമ്മൾ അംഗീകരിക്കും.
കിഫ്ബി പദ്ധതികൾ കൂടി വന്നതോടുകൂടി പൊതുവിദ്യാലയങ്ങൾ മികച്ച രീതിയിലാക്കാൻ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇവർ പറഞ്ഞ പൂട്ടിയ ബാറുകൾ അവസ്ഥ എന്തായി? ബാറുകളെല്ലാം യഥേഷ്ടം കേരളത്തിൽ തുറക്കപ്പെട്ടു. പുതിയ ബീവറേജ് ഔട്ട്ലെറ്റുകൾ അനുവദിക്കപ്പെട്ടു. മറ്റേത് ഏതെങ്കിലും ഒഴിഞ്ഞ മൂലയിലായിരുന്നു ബീവറേജസ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നാഷണൽ ഹൈവേയുടെയും MC റോഡിന്റെയും സൈഡുകളിൽ വരെ വലിയ 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 ബീവറേജ് ഔട്ട്ലെറ്റുകൾ വന്നു. അവിടെ വലിയ സംവിധാനങ്ങൾ ഉണ്ടായി. ഞാൻ പറയുന്നത് ഈ സംവിധാനങ്ങളൊക്കെ വേണം. എല്ലാ ബീവറേജസ് ഔട്ട്ലെറ്റുകളിലും എല്ലാ മദ്യവും ഒരു സൂപ്പർ മാർക്കറ്റ് മാതൃകയിൽ കയറി വാങ്ങാൻ പറ്റുന്ന സംവിധാനം കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആവശ്യം. കാര്യമെന്ന് പറയുന്നത് ഇവർ പണം കൊടുത്ത് വാങ്ങുന്ന കൺസ്യൂമേഴ്സാണ്. ഇവരെ മണിക്കൂറുകളോളം ക്യൂ നിർത്തേണ്ടുന്ന കാര്യമോ ഒന്നുമില്ല. ബിവറേജസിൽ ബില്ലടിക്കാൻ ഇരിക്കുന്ന ആളെ സാറേ എന്ന് വിളിക്കുന്നതൊക്കെ രാഷ്ട്രീയ ഒരു മര്യാദയുടെ പുറത്ത് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. അയാൾ സർക്കാരിന്റെ ജീവനക്കാരനാണ്. അയാൾ വേണം കസ്റ്റമറെ സാറേ എന്ന് അഭിസംബോധന ചെയ്യാൻ. ഇപ്പോഴും ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ ഇരിക്കുന്ന ആളുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ വലിയ ആളുകളായിട്ടാണ് അവരുടെ പെരുമാറ്റം. വലിയ പണമാണ് ഇവർക്കൊക്കെ ലഭിക്കുന്നത്. അവരുടെയൊക്കെ ഓണത്തിന്റെ ബോണസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തള്ളും. അതുകൊണ്ട് ഡെപ്യൂട്ടേഷനിൽ ആ ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ പോകാൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നു. ഇത് മാത്രവുമല്ല, ഈ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന സാറാണ് ഏത് മദ്യം ഇവർ കുടിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഒരു 50% പേരുടെ അങ്ങനെയുണ്ട്. കാര്യം ഇപ്പം നമ്മള് ഒരു ബിവറേജ് ഔട്ട്ലെറ്റിൽ പോവാം, മേഘ ഒരു ബിവറേജ് ഔട്ട്ലെറ്റിൽ പോവാം. മേഘയെ സംബന്ധിച്ചിടത്തോളം മേഘയ്ക്ക് ഒരു ഐഡിയ ഉണ്ടാവും, ഇന്ന ബ്രാൻഡ് വേണം. ഇപ്പൊ മേഘ ഇവിടെ ചെന്ന് പറയുന്നത് എന്താണ്? സാർ ഒരു ഫുള്ള് ബെക്കാടി അല്ലെങ്കിൽ ഒരു ഫുള്ള് ഓൾഡ് മങ്ക്, ഇങ്ങനെ ആയിരിക്കും ബ്രാൻഡ് പറഞ്ഞിട്ടായിരിക്കും പോവുക. എന്നാൽ നല്ലൊരു ശതമാനം പേർക്ക് ഈ ബ്രാൻഡ് ഒന്നും അറിയില്ല. അവർ ചെന്ന് പറയുന്നത് 320 രൂപയുടെ ഒരു അര, അല്ലെങ്കിൽ ഒരു അര റിമ്മ്, ഇങ്ങനെ പറയുന്നവർക്ക് ഏത് ബ്രാൻഡ് അടിക്കണമെന്ന് ആ ക്യാഷിൽ ഇരിക്കുന്നവരാണ് തീരുമാനിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ അന്ന് ഏത് ബ്രാൻഡ് അടിക്കണമെന്ന് ആരാണോ കൂടുതൽ പണം ഇവരുടെ കയ്യിൽ എത്തിക്കുന്നത്, ഏത് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ആണോ ഇയാൾക്ക് കൂടുതൽ ഓഫർ ചെയ്യുന്നത്, ആ ബ്രാൻഡ് എന്ന് അവിടെ കൂടുതൽ കച്ചവടം നടക്കും. ഇത് ഒരു പരസ്യമായ രഹസ്യമാണ് ബിവറേജ് ഔട്ട്ലെറ്റുകൾ നടക്കുന്നത്. ഈ കിട്ടുന്ന പണം ആ ബിവറേജ് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ എല്ലാവരും കൂടി വീതിച്ചെടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ട. ഇനി ബാറിലേക്ക് വരാം. രാത്രി 12 മണി വരെ ബാർ തുറന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുക, എല്ലാ ആളുകൾക്കും ബാറിൽ പോയി മദ്യപിക്കാനുള്ള പണമുണ്ടോ? കൂടുതൽ ആളുകളും ഈ ബിവറേജ് ഔട്ട്ലെറ്റുകളിൽ തന്നെ മദ്യപിക്കുക. ഈ കൊണ്ടുപോകുന്ന സാധനം തീർന്നു കഴിഞ്ഞാൽ 9 മണിക്ക് ശേഷം 11 മണി വരെ ബാറുകളിൽ വലിയ തിരക്ക് നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് ലോക്കൽ കൗണ്ടറുകളിൽ സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ലോക്കൽ കൗണ്ടറുകളിൽ വലിയ തിരക്കാണ് കാണുന്നത്. ഇത് 12 മണി വരെ നീട്ടുമ്പോൾ വീട്ടിൽ പോയി കിടന്നവനും കൂടി ഒരു പെക്കടിക്കാൻ എഴുന്നേറ്റ് വരണം എന്നൊരു തോന്നൽ ഉണ്ടാകും. പക്ഷെ ഇതിലൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ 11 മണിക്ക് ബാർ ക്ലോസ് ചെയ്യുമെങ്കിൽ 11 മണിക്ക് ശേഷവും ബാറുകളിൽ നിന്ന് മദ്യം മേടിക്കാൻ സാധിക്കും. അത് ഇരട്ടിപ്പണം വാങ്ങിയാണ് വാങ്ങി വരുന്നത്. അതിലൊരു തടയിടുന്നത് എല്ലാ ബാറുകളിലും ഒന്നും കിട്ടില്ല. ചില ബാറുകളിലെ സെക്യൂരിറ്റി ജീവനക്കാർ വാങ്ങി വെച്ചിട്ട് അത് മറിച്ചിടും. ഇപ്പൊ തന്നെ ഒരു കുപ്പി റമ്മിന് 1000 രൂപ 1100 രൂപ വിലയുള്ള ബിവറേജസിൽ ബിവറേജസിന്റെ വില തന്നെ എത്ര ഇരട്ടിയാണെന്ന് നമുക്കറിയാം. ബാറിൽ വിൽക്കുന്നത് 2000-ന് മുകളിലാണ്. അതായത് നേരെ ഇരട്ടി വിലക്കാണ് ബാർ കൊടുക്കുന്നത്. അത് പൊട്ടിച്ച് പെഗ്ഗാക്കി കൊടുക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ വിലയാകും എന്നാണ്. ഇപ്പോൾ ഓൾഡ് മങ്ക് ഫുള്ള് ബിവറേജസിൽ എത്ര രൂപയാണെന്ന് മദ്യപിക്കുന്ന ആളുകൾക്കറിയാം. ഇപ്പോഴൊന്നും അല്ല, വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 1.5 വർഷം മുമ്പ് എൻ്റെ നാട്ടിൽ പോയപ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം ഞാനൊരു ബാറിലേക്ക് പോയി. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു നമുക്ക് അവിടെ പോകണ്ട, കാര്യം അവിടെ അത്ര സുഖകരമായ ഒരു ബാറല്ല. ഞാൻ പറഞ്ഞത് ദൂരെയോട്ടെങ്കിലും പോകണ്ട, കാര്യം തിരിച്ച് വരേണ്ടതാണ്, വീടിനടുത്തുള്ള ഒരു ബാറാണ്. ഞങ്ങൾ അവിടെ പോയി ഒരു ഫുള്ള് ഓൾഡ് മങ്ക് ഓർഡർ ചെയ്തു. ഇത് കൊണ്ടുതരാൻ പോലും അവിടെ ഒരാളില്ല. ഞങ്ങൾ തന്നെ കൗണ്ടറിൽ പോയി ഇത് എടുത്തുകൊണ്ട് വന്നു. ഈ ഒരു ബാറിൽ നിന്നൊരു മദ്യം വാങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് ബാറിൽ പോകുന്നത് എന്ന് ചോദിച്ചാൽ, നല്ല സംവിധാനങ്ങൾ ഒരുക്കണം. ഇതിനൊക്കെ കൂടെ കഴിക്കാനുള്ള ടച്ചിങ്സുകൾ, നല്ല ഫ്രൂട്ട്സോ മിക്സ്ചറോ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ, വെള്ളം പൈസ കൊടുത്ത് വാങ്ങിയില്ലെങ്കിൽ വെള്ളം വരുത്താണ്, ഐസ് ക്യൂബ്സ്. ഇവിടെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും തന്നെ കിട്ടിയില്ല. ആകെ കിട്ടിയത് ഒരു പാത്രത്തിൽ ശകലം നാരങ്ങാച്ചാർ. ഇത് എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ബില്ല് വന്നപ്പോഴാണ് 3600 രൂപയാണ് ഒരു കുപ്പി ഓൾഡ് മങ്കിന് അവർ ബില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പണം കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്, പക്ഷേ ഞങ്ങൾക്ക് ബില്ല് വേണം. ഇതിൽ ബാറിന്റെ പേരും കൊട്ടാരക്കര എന്ന് മാത്രമാണ്. കൊട്ടാരക്കരയിലല്ല ഈ ബാർ ഇരിക്കുന്നത്. അത് മാത്രം അടിച്ചൊരു സ്ലിപ്പാണ്. സ്വാഭാവികമായും സംസാരിക്കാനും പറ്റില്ല, കാര്യം നമ്മുടെ സ്ഥലത്തെ ബാറാണ്. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ നാട്ടിലെ രാഷ്ട്രീയ പ്രമുഖന്മാരായ കുറേ ആളുകളാണ്. ഒരു വിഷയം ഉണ്ടാക്കിയാൽ അത് എല്ലാവരുടെയും പ്രതിച്ഛായയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇവരെന്നെ നീ വെള്ളം വെക്കല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെയല്ല, നമ്മൾ പൈസ വെറുതെ കൊടുക്കുന്നതല്ല. ഞാൻ എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്നു. ഞാൻ പിറ്റേ ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ MP രാജേഷ് മുതൽ പത്തനാപുരത്തെ എക്സൈസ് ഇൻസ്പെക്ടർക്ക് വരെ CCയും ഒക്കെ വെച്ച് എന്ത് ചെയ്തു, ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചു.
എന്നെ പത്തനാപുരം എക്സൈസ് ഓഫീസിൽ നിന്ന് 3ാമത്തെ ദിവസം എനിക്ക് വിളി വന്നു. എന്താണ് സംഭവം ചോദിച്ചു. ഞാൻ സംഭവം പറഞ്ഞു, ഡോക്യുമെന്റ്സ് വായിച്ചു കൊടുത്തു. ഞാൻ അതുപോലെ തന്നെ ഒരു കോപ്പി GST ഡിപ്പാർട്ട്മെന്റ് വായിച്ചു കൊടുത്തു. അന്ന് എനിക്ക് ടാക്സ് ബില്ലല്ലോ. GST ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എനിക്കൊരു മെയിൽ വരുന്നതല്ലാതെ പിന്നീട് ഒരു അന്വേഷണം ഉണ്ടായി. 10 ദിവസങ്ങൾക്കപ്പുറം ഈ മെയിൽ അയച്ചതിന് ശേഷം ഈ പത്തനാപുരത്തെ എക്സൈസ് ഓഫീസർ വിളിച്ചതിന് തൊട്ട് പിന്നാലെ ബാറിന്റെ മാനേജർ എന്നെ വിളിക്കും. സാർ ഇത് സെറ്റിൽ ചെയ്യണം. എങ്ങനെയാണ് സെറ്റിൽ ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് ഇത് സെറ്റിൽ ചെയ്യാൻ പറ്റുക? 1000 രൂപ മാത്രം വിലയുള്ള ഒരു മദ്യം നിങ്ങൾ 2000 രൂപയ്ക്കോ 2200 രൂപയ്ക്കോ വിൽക്കൂ. 3500 രൂപയ്ക്ക് എങ്ങനെ വിൽക്കും? അല്ല, 3500 രൂപയ്ക്ക് നിങ്ങൾ ഇത് വിറ്റാൽ അവിടെ കൊടുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളില്ലേ, അത് നിങ്ങൾ ഒരുക്കൂ. അന്ന് ഞങ്ങൾ മാനേജറെ വിളിച്ചപ്പോൾ മാനേജർ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ നിന്ന് കയറി പോകുന്നത് താങ്കളാണോ? അത് ഞാനാണ് എന്ന് പറയും. ഞാൻ പറഞ്ഞു ഇത് സെറ്റിൽ ചെയ്യാൻ യാതൊരുവിധമായ നിവൃത്തിയില്ല. അപ്പോൾ പറഞ്ഞു അല്ല സാർ, ഞങ്ങളുടെ ബാർ വലിയ പ്രതിസന്ധിയിലാണ്, കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പരാതിയുമായിട്ട് മുന്നോട്ട് പോകും. ഞാൻ വീണ്ടും CA വിളിക്കുന്നു. അപ്പോൾ CA എന്നോട് പറഞ്ഞത് സാർ ഈ പരാതി ഫോർവേഡ് ചെയ്താൽ ആ ജീവനക്കാർ പണി നഷ്ടപ്പെടും, ഞങ്ങൾക്ക് ആ ബാർ അടപ്പിക്കേണ്ടി വരും. 10 ദിവസമെങ്കിലും അവർ ആ ബാർ അടച്ചേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് പോകും. ഞാൻ പറഞ്ഞ് തെറ്റ് ചെയ്തിട്ടല്ലേ സാറേ, അല്ലാതെ എങ്ങനെയെങ്കിലും ഞങ്ങളത് കൃത്യമായ നിർദ്ദേശം കൊടുത്ത് ഇനി മുതൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ. ഞാൻ ആർക്ക്? എനിക്കോ? ഞാനിനി അങ്ങോട്ടേക്ക് പോകില്ല. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അവരോടൊപ്പം പോകേണ്ടി വന്നതാണ്. അല്ല, എല്ലാവർക്കും നിങ്ങൾ റേറ്റ് കുറച്ച് കൊടുക്കും. അല്ല, അവിടെ വേണ്ട സംവിധാനം അപ്പോഴും റേറ്റ് കുറയ്ക്കുമെന്ന കാര്യത്തിൽ എക്സൈസ് ഓഫീസർക്ക് പറയാൻ ഉത്തരവാദിത്തമില്ല. അന്ന് രാത്രി എനിക്ക് വേറൊരു നമ്പറിൽ നിന്നൊരു കോൾ വന്നു. ആ ബാറിന്റെ മുതലാളിയാണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ഇയാളുടെ അച്ഛന് അറിയപ്പെടുന്ന കൊട്ടാരക്കരയിൽ ഒരുപാട് ബാറുകളുണ്ട്, കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് ഒരുപാട് ബാറുകളുണ്ട്, പഴയ മദ്യ വ്യവസായിയാണ്. അപ്പോൾ ഇദ്ദേഹം വളരെ ദയനീയമായിട്ട് എന്നോട് സംസാരിക്കുകയാണ്. ഞങ്ങളുടെ ബിസിനസ്സുകൾ നഷ്ടത്തിലാണ് സാറേ, ചിക്കൻ അടക്കമുള്ള ടച്ചിങ്സ് ഒരുക്കാൻ വേണ്ടുന്ന പണം ഇവർ എഴുതിയെടുക്കുന്നതാണ്. വെറുതെ പറയുന്നതായിരിക്കും, സെന്റിമെന്റൽ അപ്രോച്ച് ഉണ്ടാക്കും. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യൂ സുഹൃത്തെ, 35,000 രൂപയല്ലേ, 35,000 രൂപയല്ലേ, അല്ല സോറി 3,500 രൂപയല്ലേ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. നാളെ എൻ്റെ ഒരാൾ വരും, അയാളുടെ കയ്യിൽ നിങ്ങൾ ഒരു 35,000 രൂപ കൊടുക്കണം. ആ 35,000 രൂപ ഞങ്ങൾക്ക് വേണ്ട, അത് നിങ്ങളുടെ ബാറിലെ തൊഴിലാളികൾക്ക് ഞങ്ങൾ വിധിച്ചു കൊടുക്കാം. പക്ഷേ ഇത് ഞങ്ങളുടെ ഒരു വാശിയുടെ ഭാഗമാണ്, ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ പരാതി ഫോർവേഡ് ചെയ്യും. അപ്പോൾ പുള്ളി പറഞ്ഞു സാറേ അതെന്തിനാണ്? ഞാൻ പറഞ്ഞു പിന്നെ അല്ലാണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പണം കയ്യിൽ നിന്ന് പോകുമ്പോഴുള്ള സങ്കടം താങ്കൾ കൂടി മനസ്സിലാക്കണം. വെറുതെ പോകുമ്പോഴുള്ള സങ്കടം. താങ്കളുടെ സ്ഥാപനത്തെ വിശ്വസിച്ചിട്ടല്ലേ ഞങ്ങളൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇയാൾ ഭയങ്കരമായ സെന്റിമെന്റൽ അപ്രോച്ച്. അവസാനം ഞാൻ പരാതി പിൻവലിക്കാൻ CA വിളിച്ചു പറഞ്ഞു. ഒഫീഷ്യലി ഒന്നും കൊടുത്തില്ല സാർ, ഞാൻ പരാതി ഫോർവേഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. 30,000 രൂപ ഒന്നും മേടിച്ചില്ല കേട്ടോ, ഞാനത് അയാളെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നീട് ഒരിക്കൽ ഒരുപാട് നാളിന് ശേഷം മറ്റൊരു സുഹൃത്തുമായി എൻ്റെ അവിടുത്തെ റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ ഞാൻ പോയി. അപ്പോൾ എൻ്റെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. എൻ്റെ വണ്ടി കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ചാനലിൻ്റെ പേര് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു വണ്ടിയാണ് അന്ന് ഞാൻ ഉപയോഗിച്ചത്. അന്ന് ഞാൻ ഈ ചാനലിലും അല്ല കേട്ടോ. അപ്പോൾ എൻ്റെ വണ്ടി അവിടെ പാർക്കിങ്ങിൽ കണ്ടിട്ട് ആ മാനേജറിനെ സാർ ഇവിടെ ഉണ്ടോ, ബാറിലേക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആഹാരം കഴിക്കാൻ വന്നതാണ്, ആഹാരം കഴിച്ചിട്ട് മടങ്ങിപ്പോകും. അല്ല, ആഹാരം കഴിക്കാനല്ല, അവിടുത്തെ ഹോള് ബുക്ക് ചെയ്യാനാണ് മടങ്ങിപ്പോകും. സാർ ഞാൻ എന്തെങ്കിലും ഒന്നും ചെയ്ത് തരണ്ട. അപ്പോൾ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ മര്യാദയ്ക്ക് പെരുമാറാൻ അവർക്ക് കൃത്യമായി അറിയാം എന്നുള്ളതാണ്. ഞാനിത് പറഞ്ഞു വന്നതിന് ഇതിലാണെന്ന് ചോദിച്ചാൽ 11 മണിയോടുകൂടി ബാറുകൾ ക്ലോസ് ചെയ്യുമ്പോൾ ആ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു സമാധാനമുണ്ട്. കാരണം ഈ 11 മണി മുതൽ 12 മണി വരെ ഈ ബാറ് വിട്ട് വീടുകളിലേക്ക് കൂടണയുന്നത് വരെ അവർക്ക് ഉത്തരവാദിത്വം കുറച്ച് കൂടുതലാണ്. ബാറുകളിൽ തല്ലും പിടിയും ഒക്കെ നടക്കുന്നത് 10 മണിക്ക് ശേഷമാണ്. ഇത് 12 മണി വരെ നീട്ടുമ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥർ രാത്രി 1 മണി വരെ അതിന്റെ പിന്നാലെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവർക്ക് മറ്റു കേസുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അതെ, അപ്പോൾ സ്വാഭാവികമായും പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി ഭാരം കൂടാനുള്ള ഒരു കാരണമായി ഈ തീരുമാനത്തെ എടുക്കാം. ആരാണ് ഇടതുപക്ഷ സർക്കാരിനെ ഇത്രത്തോളം മണ്ടൻ തീരുമാനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം ബാക്കിയാവും. കൃത്യമായി പറയാം, ബാർ അസോസിയേഷൻ ഈ ബാർ ഉടമസ്ഥരുടെ സംഘടനയുടെ ബാറുമായിപ്പെട്ട ഓഡിയോ ക്ലിപ്പുകളൊക്കെ സൈബർ ഇടങ്ങളിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതിന്മേൽ കൃത്യമായ ഒരു ബാർ കോഴ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സമയപരിധി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ബാർ കോഴ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എറണാകുളം കടവന്ത്രയിൽ ഒരു ബാറുണ്ട്. രാവിലെ 9 മണിക്ക് തുറക്കും. ഒഫീഷ്യൽ അല്ല, അൺഒഫീഷ്യലാ. എനിക്കത് അറിയുന്നത് പണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഞാൻ എന്നും പിക്ക് ചെയ്യുന്നത് ആ ബാറിന് മുന്നിൽ ഉണ്ടായിരുന്നു. കാരണം ഇദ്ദേഹം രാവിലെ 8-8:30 ആകുമ്പോൾ ഒരുങ്ങി കുട്ടപ്പനായി ആ ബാറിൽ പോയി 9 മണിക്ക് ആ ബാർ തുറക്കും. അവിടെ പോയി 2 പെഗ് അടിച്ചിട്ടാണ് അദ്ദേഹം ഓഫീസിലേക്ക് പോകും. മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒളിച്ചും മറിഞ്ഞും ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ, അതുകൊണ്ട് പരസ്യമായിട്ട് പറയാം. ഞാൻ എല്ലാ ദിവസവും അദ്ദേഹത്തെ അവിടെ നിന്നാണ് പിക്കുക. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ നാട്ടിൽ 11 മണിക്കല്ലേ ബാർ തുറക്കാൻ നിയമമുള്ളൂ, പിന്നെ എങ്ങനെയാണ് 9 മണി വരെ പരസ്യമായി കടവന്ത്ര ജംഗ്ഷനിൽ ഈ ബാറിൽ മദ്യം വിതരണം ചെയ്യാൻ പറ്റും? ഇനി അവർക്ക് സന്തോഷമാണ്, അവർക്ക് ആരെയും പേടിക്കണ്ടല്ലോ. 10 മണി മുതൽ രാത്രി 12 മണി വരെ മദ്യം വിൽക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർക്ക് ലഭിച്ചിരിക്കുന്നു. എന്തായാലും കുടിയന്മാരുടെ നിലവിളി കേട്ട ഇടതുപക്ഷ സർക്കാരിന് ഹൃദയാഭിവാദ്യങ്ങൾ.